നമസ്കാരം. രക്തസമ്മർദ്ദം അഥവാ BP ഇന്ന് മലയാളികൾക്കിടയിൽ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരം സാഹചര്യത്തിൽ രക്തസമ്മർദ്ദം എന്ന് പറയുന്ന ഒരു ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥ ഇന്ന് മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് നമ്മുടെ സമൂഹത്തെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മരുന്ന് കഴിച്ചില്ലെങ്കിൽ മരണപ്പെടും, അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ടയാൾ മരണപ്പെട്ടു പോകുമെന്നുള്ളൊരു ഭീതിയിലാണ് ഞാനില്ലെങ്കിൽ എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾ. ഇത്തരത്തിലുള്ളൊരു ഭയം സൃഷ്ടിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പല രോഗങ്ങൾക്കും ആളുകളെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മരുന്നിനെ അടിമയാക്കുന്നത് എന്ന് പറയുന്നതിന് കാരണം പിന്നെ ആ മരുന്ന് നമുക്ക് നിർത്താൻ കഴിയില്ല. ഒരു മരുന്ന് ഒരു ദിവസം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ എന്നാണോ മരിക്കുന്നത് അന്ന് വരെ മരുന്ന് കഴിക്കണം. ഇനി ഈ മരുന്ന് കഴിച്ചാൽ ഈ രോഗം മാറുമോ? ഒരിക്കലും മാറില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പിറകെ പുതിയ പുതിയ രോഗങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ വരികയും അതിനുകൂടി മരുന്ന് കഴിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഓരോ മനുഷ്യരെയും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഒരു രോഗി വന്ന് BPക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗിയാണ്. വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നു. ഈ അടുത്ത കാലത്ത് അവർക്ക് കാലിൽ ചൊറിച്ചിൽ വന്നു, അലർജി വന്നു, ഞരമ്പ് തടിക്കുന്നു, മാന്തുമ്പോൾ ചോര വരുന്നു, ചോരയ്ക്ക് കറുത്ത കളറാണ്, വലിയ അസ്വസ്ഥതകളാണ്, ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ അക്യുപഞ്ചർ ചികിത്സ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത്. കൃത്യമായി നമ്മുടെ ചികിത്സാ നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതശൈലി ചിട്ടകളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കത് ബോധ്യമാവുകയും ഇന്നവർ മരുന്നില്ലാതെ ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്ന ഒരു സാഹചര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നിറയുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളോട് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളുടെ ശരീരത്തിൽ രക്തസമ്മർദ്ദം കൂടാം. എന്നാൽ ശരീരത്തിന് കൃത്യമായ ഒരു വിശ്രമം നൽകിക്കൊണ്ട് അത്തരം സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ശരീരത്തിൻ്റെ ആരോഗ്യത്തെ പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കാനും സാധിക്കും. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കാതെ മരുന്ന് കഴിക്കുന്നതിലൂടെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക്, വളരെ അപകടം നിറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് ഓരോ രോഗികളും എത്തിച്ചേരുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൽ തലച്ചോറ് മുതൽ കാൽപാദം വരെ രക്തസഞ്ചാരം സുഗമമായി നടക്കണം. എന്നാൽ BPക്ക് മരുന്ന് കഴിക്കുന്നതിലൂടെ രക്തത്തിൻ്റെ പ്രവർത്തനങ്ങളെ, രക്തസഞ്ചാരത്തെ, അതിൻ്റെ സ്പീഡ്, അതിൻ്റെ സുഗമമായ യാത്രയെ തടസ്സപ്പെടുത്തുകയും അത് കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും കൃത്യമായ അളവിൽ ഊർജം, എനർജി ലഭിക്കാതിരിക്കുകയും ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ, ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ, കണ്ണിൻ്റെ കാഴ്ചക്കുറവ്, മരവിപ്പ്, തരിപ്പ് തുടങ്ങിയ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഈ മരുന്ന് കഴിക്കുന്നതിലൂടെ, രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിലൂടെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെ നമുക്ക് നേരിടാനും ഇത്തരം അവസ്ഥ നമ്മുടെ ആരോഗ്യ പ്രശ്നത്തിൽ ഉണ്ടാവാതിരിക്കാൻ, നമ്മുടെ ശരീരത്തിൽ വരാതിരിക്കാനും നമ്മളെ സംബന്ധിച്ചിടത്തോളം മരുന്ന് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മരുന്ന് ഉപേക്ഷിക്കാത്തടത്തോളം കാലം നമ്മൾ ഭാവിയിലുണ്ടാവുന്ന സൈഡ് എഫക്റ്റുകളെ പറ്റി നമ്മൾ തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കണം. കാരണം എന്തായാലും സൈഡ് എഫക്റ്റ് നമുക്ക് വരും. അപ്പോൾ ഇത്തരം സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നമ്മൾ മരുന്ന് കഴിക്കാൻ. മരുന്ന് കഴിക്കുന്ന ആളുകൾ അവർക്കത് കഴിക്കാം. എല്ലാ ആളുകളെയും അക്യുപഞ്ചറിലേക്ക് ഞാൻ ക്ഷണിക്കുന്നില്ല. കാരണം ചില ആളുകൾക്ക് മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ മരണപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയമുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു ബിസിനസ് തന്ത്രമാണ്, ഒരു കച്ചവട രീതിയാണ്. ആളുകളെ രോഗം മാറാതിരിക്കുകയും സ്ഥിരമായ രോഗിയായി നിലനിർത്തുക എന്നുള്ള ഒരു കച്ചവട താല്പര്യം തന്നെയാണ് മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ മരണപ്പെട്ടു പോകുമെന്നുള്ളൊരു ഭയം സൃഷ്ടിക്കുന്നതിന് പിന്നിലുള്ള ഒരു യഥാർത്ഥത്തിലുള്ളൊരു സത്യമെന്ന് പറയുന്നത്. അപ്പോൾ മരുന്നില്ലാതെ എൻ്റെ അവയവങ്ങൾ കൂടുതൽ നശിക്കാതെ എനിക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും സിംഗിൾ പോയിൻ്റ് അക്യുപഞ്ചർ എന്ന് പറയുന്നത് ഒരു വലിയൊരു അനുഗ്രഹമാണ്, ഏറ്റവും നല്ലൊരു ചികിത്സ തന്നെയാണ്. ഇന്ന് നമ്മുടെ കേരളത്തിലുടനീളം ഈ ചികിത്സ ലഭ്യമാണ്.